അസ്സലാമലൈക്കും, വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഈ ബോട്ടിൽ ആർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്തിട്ടും ഒത്തിരി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ നന്നായി എഫേർട്ട് എടുത്തിട്ട് നല്ല ബോട്ടിൽ ആർട്ട്സൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിനെന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എഫേർട്ടൊന്നും എടുക്കണ്ട. ഒരു ബോട്ടിലും ഒരു പെയിൻറ്റും അത് വെച്ചിട്ട് മാത്രം എങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഒത്തിരി കളേഴ്സ് ഉണ്ടാവണമെന്നില്ല, മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ ഞാനൊരു വട്ടം ഇത് ചെയ്ത് നോക്കി, അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൊടുക്കുന്ന ലൈൻസ് താഴെയുള്ള ലൈനായിട്ട് ഒന്നോ രണ്ടോ വശത്ത് മാത്രം ടച്ച് ചെയ്താൽ മതി. അതുപോലെ ലൈൻസൊക്കെ ഫ്രീ ഹാൻഡാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ആ പാറ്റേൺ വിട്ടു പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ താഴത്തെ ഭാഗം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, താഴെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലത്തേതിനെ അപേക്ഷിച്ച്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിതുപോലെ സ്ക്വയേഴ്സ് വരയ്ക്കണം. അതായത് അതിനകത്താണ് ലെറ്റർ എഴുതുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നല്ല നല്ല സിമ്പിളായിട്ടുള്ള കോട്ട്സൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ എടുക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിന് പകരമായിട്ടുള്ള ഫോണ്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ക്വയർ ഇട്ടിട്ട് പിന്നെ അതിൽ ലെറ്റർ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ബി എന്നുള്ള ലെറ്റർ എഴുതി കഴിഞ്ഞു. പിന്നെ അതുപോലെ ഇതിന് തൊട്ട് മുമ്പ് കുറച്ച് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻസൊക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ഇട്ടാലും മതി. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ലെറ്റർ അങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു.
തേർഡ് സ്റ്റേജ് വന്നിട്ട് നമുക്ക് ബേഡ്സിനെ വരയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മിനിമലായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ്. ഈ സ്പേസ് ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് വരച്ചതിൽ എവിടേക്കാണോ സ്പേസ് ഇരിക്കുന്നത് ആ ഭാഗത്തെല്ലാം കിളികളെ വരച്ച് ഭംഗിയാക്കി എടുക്കാം. എത്ര കിളികളെ വേണമെങ്കിലും വരയ്ക്കാം. കുറേയൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വരയ്ക്കുന്നുള്ളൂ. പല ആംഗിളിലായിട്ടിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ആക്റ്റീവ് ബെൽ ഐക്കൺ ആൻഡ് ലൈക്ക്, കോമെൻറ്റ്, ഷെയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.